കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ ഡൽഹി സമരത്തെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കഷ്ടകാലവും ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ നിലപാടുകളും തള്ളിപ്പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് പ്രമുഖ കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ഡി.കെ. ശിവകുമാർ. കഴിഞ്ഞ ദിവസം കർണാടകത്തിന്റെ കേന്ദ്രത്തിനെതിരായ സമരത്തിനിടയിൽ ഡി.കെ. ശിവകുമാർ പറഞ്ഞത് കേരളത്തിന്റെ കേന്ദ്രത്തിനെതിരായ സമരത്തിന് എല്ലാ ഐക്യദാർഢ്യവും താൻ പ്രഖ്യാപിക്കുന്നു, അതിന് പൂർണ്ണ പിന്തുണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ താൻ നൽകുന്നു എന്നാണ്. ആ തിരിച്ചടിയിൽ നിന്ന് ഒന്ന് കരകയറി വരുന്നതിനിടെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ തന്നെ സാക്ഷാൽ വി.ഡി. സതീശന്റെ മുഴുവൻ വാദങ്ങളും തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നും അവഗണനയും സാമ്പത്തിക ഉപരോധവും നേരിടുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളവും ഉണ്ടെന്ന് എടുത്തു പറഞ്ഞത് സാക്ഷാൽ വി.ഡി. സതീശന്റെ മുതിർന്ന നേതാവായ മല്ലികാർജുന ഖാർഗെ തന്നെയാണ്. നമുക്ക് മല്ലികാർജുന ഖാർഗെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് സംസാരിച്ച ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. दूसरी बात ये तो रोजगारी की, एक देहात में भी रोजगारी कम हो रहे क्योंकि ये नरेगा का पैसा वो रिलीज नहीं कर रहे और हर स्टेट में डिस्क्रिमिनेशन हो रहा है, जैसा कि कर्नाटक है, आंध्रा है, जहाँ भी बोलिए या तेलंगाना है, केरला और कर्नाटक, सभी ऐसे जो यहाँ पर जो नॉन कांग्रेस नॉन बीजेपी स्टेट्स जो है उनको निगलेक्ट किया जा रहा है. कहीं के भी वहाँ पर उनकी सरकार नहीं है, वहाँ पर उन्होंने कुछ पैसा छोड़ते नहीं, देते नहीं और बाद में ये कहते हैं कि हमने तो रिलीज किया है, वो खर्च नहीं हुआ. ऐसा नहीं होता. जब खर्च करते हैं उस वक्त अगर आप इमीडिएटली पैसे देते फिर आगे का काम होता है, लेकिन वो पर्पसली वो लोगों को काम नहीं देना और खर्च नहीं हो रहा ये बोलना, ये एक बहुत बड़ी साजिश है ये बीजेपी की सरकार. മല്ലികാർജുന ഖാർഗെ വളരെ കൃത്യമായാണ് കാര്യങ്ങൾ പറഞ്ഞത്. കേരളമടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ വലിയ രീതിയിൽ ഒരു സാമ്പത്തിക ഉപരോധം കേന്ദ്ര സർക്കാരിൽ നിന്നും നേരിടുന്നുണ്ട്. ആ അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെയാണ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കർണാടകത്തിന്റെ സമരം അവിടെ ഡൽഹിയിൽ അരങ്ങേറിയത്. ഇന്ന് കേരളത്തിന്റെ സമരം നടന്നു. തമിഴ്നാട് ഇതിനോടകം തന്നെ ഒരു സമരത്തിന്റെ പാതയിലാണ്. ബംഗാൾ ഏതു നിമിഷവും ഒരു സമരം പ്രഖ്യാപിക്കും എന്ന നിലയിലാണ്. പക്ഷേ ഇതെല്ലാം മുന്നിലുള്ളപ്പോഴും കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഉത്തരം ഇപ്പോഴും സംസ്ഥാന സർക്കാരിനെതിരായ ഒരു നീണ്ട നിര കുറ്റാരോപണങ്ങൾ മാത്രം. ആ വി.ഡി. സതീശന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി മന്ത്രി പി. രാജീവ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട മല്ലികാർജുന ഖാർഗെ നടത്തിയ പ്രതികരണത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ്. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ ഇന്ന് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ കേരളവും കർണാടകയും തമിഴ്നാടും തെലങ്കാനയും ഉൾപ്പെട്ട ബി.ജെ.പി. ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നേരെ കേന്ദ്ര സർക്കാർ വിവേചനപരമായി പെരുമാറുകയാണെന്നും സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുകയാണ്. ഇന്നലെ കർണാടക ഉപമുഖ്യമന്ത്രി കോൺഗ്രസ് പി.സി.സി. പ്രസിഡന്റുമായ ഡി.കെ. ശിവകുമാറും സമാനമായ നിലപാട് കൈക്കൊണ്ടിരുന്നു. ഇത് തന്നെയാണ് കേരളവും പറയുന്നത്. ഈ വിവേചനത്തിനെതിരെയാണ് കേരളം ഡൽഹിയിൽ സമരം നടത്തുന്നത്. കോൺഗ്രസ് സർക്കാരുകളോട് ഉൾപ്പെടെയുള്ള ഈ വിവേചനം ഇല്ലായ്മ ചെയ്യണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ടുള്ള സമരത്തിൽ പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ കോൺഗ്രസിനോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ കേരളത്തിനായുള്ള ഈ സമരത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. സമരത്തെ ഇകഴ്ത്തി കാണിക്കാനും യഥാർത്ഥ വിഷയത്തിൽ നിന്നും വഴിതിരിച്ചു വിടാനും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പരമാവധി ശ്രമിക്കുകയും ചെയ്യുകയാണ്. കോൺഗ്രസ് വിട്ടുനിന്നിട്ടും വലിയൊരു സമരത്തിനാണ് ജന്തർ മന്ദിർ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, തമിഴ്നാട് പ്രതിനിധിയായി മുഖ്യമന്ത്രി സ്റ്റാലിന് പകരം എത്തിച്ചേർന്ന IT വകുപ്പ് മന്ത്രി പളനിവേൽ ത്യാഗരാജൻ,
വിവിധ പാർട്ടികളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ ഫറൂഖ് അബ്ദുള്ള, കപിൽ സിബൽ, SL ശർമ്മ, തിരുച്ചി ശിവ, തിരുമാവള്ളവൻ, CPM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി, CPI അഖിലേന്ത്യാ സെക്രട്ടറി D രാജ, DMK-യിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ, കേരളത്തിൽ നിന്നുള്ള MP-മാരും MLA-മാരും ഉൾപ്പെടെ പങ്കെടുത്ത സമരത്തിൽ 1000 ആളുകളും പങ്കെടുക്കുകയുണ്ടായി. ഒരുപക്ഷെ കോൺഗ്രസ് ഇല്ലാതെ ജന്തർ മന്ദറിൽ ഇത്രയും വിപുലമായൊരു സഖ്യസമരം ഇതാദ്യമായിരിക്കും. കേരളത്തിനൊപ്പമുണ്ടെന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പോലും പറയുമ്പോഴും താൽക്കാലികമായി കേന്ദ്രത്തിനെതിരായ സമരത്തിൽ നിന്നും അവരെയെല്ലാം മാറ്റി നിർത്താൻ കേരളത്തിലെ കോൺഗ്രസിന് ഇന്ന് സാധിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ കോൺഗ്രസിന്റെ BJP അനുകൂല കേരള വിരുദ്ധ നിലപാടിനെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഇന്നത്തെ മല്ലികാർജുന ഖാർഗെയുടെ പ്രതികരണം ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. നമുക്കൊന്നിച്ച് നമ്മുടെ അവകാശങ്ങൾക്കായുള്ള സമരം തുടരാം. വളരെ കൃത്യമായിരുന്നു P രാജീവിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെ എല്ലാം ആ വേദിയിൽ എത്തിക്കാൻ സംസ്ഥാനത്തിനായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള IT മന്ത്രി പളനിവേൽ ത്യാഗരാജൻ, അങ്ങനെ വിവിധ പാർട്ടികളുടെ അധ്യക്ഷന്മാരുൾപ്പെടെ ഒരു വലിയ പ്രതിപക്ഷ നിരയെ തന്നെ അവിടെ അണിനിരത്താൻ കേരളത്തിനായി എന്നത് കേരളത്തിൻ്റെ വലിയ വിജയമാണ്. പക്ഷെ അവിടെ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു കൂട്ടർ കേരളത്തിലെ പ്രതിപക്ഷമെന്ന് സ്വയം വിളിക്കുന്ന UDF ആയിരുന്നു, കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ അവരതിനുണ്ടായില്ല. ഏറ്റവും മാന്യമായ നിലയിലായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ഈ സമരത്തിലേക്ക് ക്ഷണിക്കുന്നത്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ഒരു ചർച്ചയ്ക്ക് വിളിച്ച് ഈ സമരത്തിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രിയുടെയും സംസ്ഥാനത്തിൻ്റെയും ആവശ്യത്തിനോട് മുഖം തിരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനം. ഇതിനു മുമ്പും ഇത്തരത്തിൽ പ്രതിപക്ഷം മുഖം തിരിച്ചിട്ടുണ്ട്. ഒരിക്കൽ മുഖ്യമന്ത്രി കേരളത്തിലെ MP-മാരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിർമ്മലാ സീതാരാമൻ ഒരു കത്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്നും കേരളത്തിൽ നിന്നുള്ള 19 UDF-ന്റെ MP-മാർ മുഖം തിരിക്കുന്ന നടപടിയാണുള്ളത്. ഇത് ഇടതുപക്ഷത്തിന്റെ പ്രശ്നമാണ് എന്നും ഇത് ഇടതുപക്ഷ സർക്കാർ നേരിടുന്ന പ്രശ്നമാണ് എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും കൂട്ടരും ഈ വിഷയത്തെ കാണുന്നത്. അല്ലാതെ ഇത് കേരള സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും കേന്ദ്രത്തിൽ നിന്നും കേരളം നേരിടുന്ന ഒരു അവഗണനയാണ് ഇവിടുത്തെ പ്രശ്നമെന്നും മനസ്സിലാക്കാൻ പ്രതിപക്ഷ നേതാവിനോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നം അല്ലെങ്കിൽ കാരണം എന്ത് എന്നൊരു ചോദ്യം VD സതീശനോട് ചോദിച്ചാൽ അരിയത്ര എന്ന ചോദ്യത്തിന് പയറഞ്ഞാഴി എന്ന് മറുപടി പറയുന്ന പോലെ കേരളത്തിലെ സർക്കാരിനെതിരായ ഒരു നീണ്ട നിര കുറ്റാരോപണങ്ങൾ അദ്ദേഹം ആവർത്തിച്ചുന്നയിക്കുന്നു. എന്തായാലും ഈ സമരം ഒരു വലിയ സൂചനയായി മുന്നിലുണ്ട്. ഇനി പ്രതിപക്ഷം എന്ത് നിലപാടായിരിക്കും ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ എടുക്കുക, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഇനി എന്ത് നിലപാടായിരിക്കും VD സതീശനും കൂട്ടരും എടുക്കുക എന്നതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യം.